الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون في جنات النعيم يا أيها الناس أوصيكم عباد الله أولا بتقوى الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ലോകരക്ഷിതാവായ അവർ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് മുസ്ലിം. അങ്ങനെ ജീവിക്കുന്ന അല്ലാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളെ സ്വർഗാവകാശികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവരും പ്രദാനം ചെയ്യുന്നു. സത്യവിശ്വാസികളെ, ഒരു മത്സര ബുദ്ധി നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഉണ്ടാകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന പദപ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മത്സര ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ നന്മകൾ ചെയ്യുവാനും
അതുപോലെ കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കുവാനും ദീനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ടാവുകയും അതല്ലാതെങ്കിൽ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി അതുമായി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എന്നത് ഒരു സാധാരണ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, അത് പോരാ. അതിനപ്പുറം എനിക്ക് കൂടുതൽ നന്മകൾ വേണം. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ ഉദാത്തമായ പദവികൾ വേണം. എന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കുവാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ കൂടുതൽ നന്മകളോടെ കണ്ടുമുട്ടണം എന്ന ചിന്തയുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു നന്മക്ക് അവസരമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും എന്നതാണ്. ഇനി വിശുദ്ധ ഖുർആൻ ആർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞു? നമുക്കെല്ലാം സുപരിചിതമായ ആയത്തിലൂടെ ആരുടെ തുലാസാവോ കനം കൂടുന്നത് അവർ അവർക്കാണ് സ്വർഗം. അതുപോലെ എന്നാൽ ആരുടെ തുലാസാവോ കനം കുറയുന്നത് അവര് അവരാണ് അങ്ങേയറ്റം പ്രയാസകരമായ ഹാവിയ ഉള്ളത്. അപ്പൊ ഇതാണ് ആ മാനദണ്ഡം. ആരുടെ ത്രാസിലാണോ കനം കൂടുതലുള്ളത്, നന്മകൾ കനം കൂടുതലുള്ളത്, അവർക്കാണ് സ്വർഗം. എന്നാൽ നന്മകൾ കനം കുറവുള്ളതാക്കാണോ, അവർക്കാണ് നരകം. ഇനി നമ്മൾ ആലോചിക്കുന്നത് എന്താണ് കനം തൂങ്ങേണ്ട ഭാഗത്തുണ്ടാകുന്നത്, അതുപോലെ തന്നെ എന്താണ് കനം തൂങ്ങേണ്ടത്, എന്താണ് കനം കുറയാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അമൽ സ്വാലിഹാത്ത്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും പരലോകത്തെത്തി. അങ്ങനെ അല്ലാഹുവിന്റെ രക്ഷാശിക്ഷകളൊക്കെ അനുഭവിച്ച് അങ്ങേയറ്റം പ്രയാസകരമായ വേദനാജനകമായ ശിക്ഷ അനുഭവിച്ച് ചില ആളുകൾ റബ്ബിനോട് പറയുന്ന ഒരു സംസാരമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് അവർ റബ്ബിനോട് പറയുന്നത്? അല്ലാഹു ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണേ അല്ലാഹ്, ഒരു ചാൻസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് പരലോകത്ത് ചെന്നതൊക്കെ അനുഭവിച്ച ആളുകൾ പറയും. എന്താണ് അവർ പറയുന്നത്? അല്ലാഹു ഞങ്ങൾ ഈ പരലോകം കണ്ടു, അല്ലാഹ് ഈ സ്വർഗ്ഗ നരകങ്ങൾ കണ്ടു, നരകത്തിന്റെ ഭയാനകത ഞങ്ങൾ അനുഭവിച്ചു, ആദ്യം വരുന്ന നരകത്തിന്റെ തീജ്വാലകൾ ഞങ്ങൾ കണ്ടു, ഒട്ടകക്കൂട്ടങ്ങളെ പോലെ നരകത്തിൽ നിന്ന് ചിതറിത്തെളിക്കുന്ന നരകത്തിന്റെ തീപ്പൊരികൾ ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ദുനിയാവിൽ അഹങ്കാരികളായിരുന്ന ആളുകൾ അവരൊക്കെ നിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്, അവരൊക്കെ അടക്കി നിർത്തിയത് ഞങ്ങൾ കണ്ടോള. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചാൻസ് നൽകണേ. എന്തിനാ ചാൻസ് ചോദിക്കുന്നത്? അവർ പറയുന്നു ഞങ്ങൾ ഒഴിവാക്കിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്,
ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പഠിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾ പഠിച്ചില്ല. അതുപോലെ തന്നെ പഠിച്ചത് ഞങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചാൻസ് നൽകണേ എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് എന്തിനാണ് വിശുദ്ധ ഖുർആൻ അത്ര കൃത്യമായി പറഞ്ഞത്? അല്ലേ, വിശുദ്ധ ഖുർആൻ അവിടെ പോയി ഇതൊക്കെ അനുഭവിച്ച ഒരാളെ പോലെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളും എന്താക്കാൻ പാടില്ല, ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിനു വേണ്ടി പഠിപ്പിച്ച ആളുകൾ അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അതിനു വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയിരിക്കണം, ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മാറി നിൽക്കണം, ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് സമയം നമ്മൾ മാറിയിരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടെങ്കിലും എന്ത് ചെയ്യണം, ആ ഒരു നന്മകൾ കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടുന്ന് നന്മകൾ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് ആവേശമായിരുന്നു. അല്ലേ, താല്പര്യം മാത്രമല്ല, റസൂലും സഹാബത്തിലൊക്കെ നന്മകൾ ചെയ്യാൻ ആവേശമായിരുന്നു. അതല്ലേ കാലിൽ നീര് വരുന്നതോടെ നിന്ന് നിസ്കരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് നിസ്കരിച്ചത്? നന്മ ചെയ്യാനുള്ള ആവേശമായിരുന്നു, നന്ദിയുള്ള അടിമയാകട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 4 ദീനാറാണ് ബാക്കിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, നമ്മുടെ ഉമ്മയോട് പറഞ്ഞു, ആയിഷ നീ ആ 4 ദീനാർ ദാനം ചെയ്യണം. ആയിഷ ഇതിൽ ബോധം നഷ്ടപ്പെട്ടു. വീണ്ടും ബോധം തിരിച്ചു കിട്ടിയപ്പോൾ റസൂൽ ചോദിക്കുന്നു, ആയിഷ നീ ആ 4 ദീനാർ ദാനം ചെയ്തു. ആയിഷ നമ്മുടെ ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ഈ ഒരു സമയത്ത് ഞാൻ എങ്ങനെ പുറത്തു പോവുക? നിങ്ങൾ അവസ്ഥയല്ലേ? സത്യവിശ്വാസികളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ആയിഷ ഞാൻ ആ ബോധം നഷ്ടപ്പെട്ടപ്പോഴെങ്ങാനും ഈ ദുനിയാവിൽ നിന്ന് വിടപറഞ്ഞാൽ ആ 4 ദീനാർ എന്റെ അക്കൗണ്ടിലില്ലാതെ, എന്റെ അമലി സ്വാലിഹാത്തുകളിലില്ലാതെ ഞാൻ പരലോകത്ത് പിറകിലാകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? കൊണ്ടുപോയി കൊടുക്ക ആയിഷ എന്ന് പറയുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ സ്വഹാബികളും നന്മയുടെ വിഷയത്തിൽ സലഫു സ്വാലിഹീങ്ങളും അങ്ങനെയായിരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത് അയാൾ പാവപ്പെട്ട മനുഷ്യരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പാവപ്പെട്ട മനുഷ്യർ പറഞ്ഞു, ഖലീഫ താങ്കളുടെ ക്ഷമതയ്ക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം താങ്കളെക്കാൾ ഉന്നതനായ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ ക്ഷണം സ്വീകരിച്ചു. അയാൾക്ക് ഞാൻ ഉത്തരം നൽകി ഖലീഫ. ഖലീഫ ചോദിച്ചു, അത്ഭുതമായി ഖലീഫക്ക്, കാരണം ഈ ഒരു മരുഭൂമിയിലാണ് ഈ മനുഷ്യരെ ക്ഷണിക്കാൻ എന്നേക്കാൾ ഉത്തമനായ ആരാണ് അയാൾ ചോദിച്ചു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹു തആല ദഅനി വസിയാമി ഫസുംതു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നോമ്പ് നോൽക്കാൻ വേണ്ടി ക്ഷണിച്ചു, ഞാൻ ആ നോമ്പ് നോൽച്ചു. റമദാൻ മാസമല്ല. അപ്പോൾ ഖലീഫ ചോദിക്കുകയാണ്, ഈ ആരുമില്ലാത്ത, ഈ കനത്ത ചൂടുള്ള, ചൂടധികരിച്ച ഈ ഒരു സമയത്ത് താങ്കളെങ്ങാനും ഇവിടെ ബോധം നഷ്ടപ്പെട്ടു വീണാൽ ഒരിറ്റു വെള്ളം പോലും താങ്കളുടെ മുഖത്തേക്ക് തെളിക്കാൻ ഒരാളില്ലാതെ ഈ മരുഭൂമിയിൽ ഇത്രയും ചൂടുള്ള ദിവസത്തിലാണോ താങ്കൾ നോമ്പെടുത്ത്
ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സുംതുൽ യൗമിൻ അശദ്ദ മിൻ ഹർറാ. അതേ ഖലീഫ, ഇതിനേക്കാൾ ശക്തമായ ചൂടുള്ള ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ ചൂട് ഒരാൾക്കും സാധ്യമല്ല ഖലീഫ. അതിനു വേണ്ടിയാണ് ഞാൻ നോമ്പെടുത്തിട്ടുള്ളത്. ഖലീഫ പറഞ്ഞു, എന്നാൽ ഇന്ന് ഈ നോമ്പ് മുറിച്ച് എന്റെ ക്ഷണം സ്വീകരിക്കും. സുന്നത്ത് നോമ്പെടുത്ത മനുഷ്യനാണ്, അയാൾക്ക് നോമ്പ് മുറിച്ച് ക്ഷണം സ്വീകരിക്കാം. അപ്പൊ അയാൾ തിരിച്ചു ചോദിച്ചത് ഖലീഫ, നാളത്തെ ജീവിതം എനിക്ക് ഉറപ്പ് തന്നാൽ, നാളെ ഞാൻ ജീവിക്കുമെന്ന്, ഈ ദുനിയാവിൽ ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നോമ്പ് മുറിക്കാം. ഖലീഫ പറഞ്ഞു, എനിക്ക് സാധിക്കുകയില്ലല്ലോ. അപ്പൊ മനുഷ്യൻ പറയും, എങ്ങനെയാണ് ഖലീഫ, നാളത്തെ ഒരു ജീവിതം എനിക്ക് തരാൻ സാധ്യമല്ല എങ്കിൽ നാളത്തെ നോമ്പിലേക്ക് എങ്ങനെയാണ് ക്ഷണിക്കുക? പ്രിയപ്പെട്ടവര്, ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ അവസ്ഥ. അവരൊക്കെ സഞ്ചരിച്ച ആ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മളൊക്കെ ആ സ്വർഗത്തിൽ എത്തിച്ചേരൂ. നമ്മളൊക്കെ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ പോയാൽ മതി. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പോയാൽ പോയാൽ നന്മയുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ ആത്മപരിശോധന നടത്തണം. സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ സഹാബത്തിൽ പറഞ്ഞു കൊടുക്കണം. എന്താണ് സ്വർഗം? സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിയവരെ നിങ്ങൾ അറിയണം. സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിയവരെ നിങ്ങൾ അറിയണം. എന്താണ് സ്വർഗം? ഇങ്ങനെ സ്വർഗത്തെ ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തെ ഒരാളുടെയും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്തതാണ്. കഅബയുടെ നാട് തന്നെയാണ് സത്യം. നല്ല വെട്ടിത്തിളങ്ങുന്ന രോമാഞ്ചമണിയിക്കുന്ന നല്ല സുഗന്ധമുള്ള ഉന്നത കോട്ടകളും കൊട്ടാരങ്ങളുമുള്ള അരികളുള്ള, അതുപോലെ തന്നെ പഴുപഴുത്ത പഴങ്ങളുള്ള സുന്ദരികളായ സ്ത്രീകളുള്ള, ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കണം. സ്വർഗം നല്ലതാണ്, അത് എന്നും നിലനിൽക്കുന്നതാണ്. ഒരാളുടെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയുന്നതൊക്കെ പറഞ്ഞപ്പോ സ്വഹാബികളൊക്കെ ആവേശത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അതിന് ഒരുങ്ങി കഴിയുന്ന സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലേ, ഞങ്ങൾ അതിന് തയ്യാറായി. സഹോദരൻ, അത് ഉറപ്പുള്ള ഒരു വാക്കാണ്. നമ്മളൊക്കെ എത്ര സ്വന്തങ്ങളും ക്ലാസുകളും അല്ലെ, ഇതിനൊരു കുറവ് നമുക്കില്ല. പക്ഷെ സ്വർഗം നേടിയെടുക്കണം എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. നമുക്ക് ചിലപ്പോൾ നല്ല കുട്ടികൾ വേണ്ടി, നല്ല ക്ലാസുകൾ വേണ്ടി, ഒന്നും കുഴപ്പമില്ല. പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. നിങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു ദിവസം വരും. ഒരു ദിവസം അദ്ദേഹം കച്ചവടത്തിന് പോകും. ഇങ്ങനെ ഇടവിട്ട ദിവസങ്ങളിലായിരുന്നു അദ്ദേഹം ചെയ്യുന്നത്. റസൂലിന്റെ സദസ്സിൽ വരും, പിന്നെ കച്ചവടത്തിന് പോകും. അങ്ങനെ ഒരു ദിവസം കച്ചവടത്തിന് എത്തുന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. നമ്മളതിനൊക്കെ ചെയ്യണം. നമ്മളൊരു ആഴ്ചകൾ അരമണിക്കൂർ ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിലെ തിരക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഈ ക്ലാസ്സിൽ പോകണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അതാണ് മാറ്റിയിരിക്കുക. എന്നാൽ മഹാനായ അദ്ദേഹം കച്ചവടം എന്ന് നിർത്തിയതാണ്. ഇനി ഞാൻ കച്ചവടത്തിന് പോകുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയണത്, ഈ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ, ഈ പള്ളിയുടെ മുമ്പിൽ എനിക്ക് ഒരു കച്ചവട സ്ഥാപനം ഉണ്ടാവുകയും അതിൽ നിന്ന് എനിക്ക് 300 ദീനാർ ലാഭം ലഭിക്കുകയും ഈ മദീനത്തെ പള്ളിയിൽ വന്ന് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്താൽ പോലും എനിക്ക് കച്ചവടം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ്
ചില ആളുകളുണ്ട്, അവർക്ക് കച്ചവടങ്ങളും ക്രയവിക്രയങ്ങളും ഇല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയുകയില്ല. ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അതിനാണ് അദ്ദേഹം കച്ചവടം നിർത്തിയത്. അല്ലാണ്ട് കച്ചവടം ചെയ്യണ്ട പറഞ്ഞിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥ വേഗതയും മത്സരവും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റും ഒക്കെ ഈ സ്വർഗത്തിന്റെ വിഷയത്തിലായിരിക്കണം. വിശുദ്ധ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിലേക്കാണ് ഓടേണ്ടത്, അള്ളാഹുവിലേക്കാണ് ഓടേണ്ടത്. ആ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചായത്. അള്ളാഹു പറയുന്നു, ഈ ലോകത്ത് സത്യവിശ്വാസങ്ങളും സൽപ്രവൃത്തിയിലും മുന്നേറിയ ആളുകൾ അവർ തന്നെയാണ് അവർക്കാണ് അള്ളാന്റെ സാമീപ്യമുള്ളത്, അള്ളാന്റെ അടുപ്പ് അവർക്കാണുള്ളത്. എന്നൊരു പുസ്തകം പറയാണ്, സുഖാനുഭൂതിയുടെ സ്വർഗ്ഗത്തോപ്പിലായിരിക്കും പൂർവികന്മാരിൽ നിന്നൊരു വിഭാഗം, അവർക്ക് ശേഷം വരുന്ന ആളുകളിൽ നിന്ന് വളരെ കുറച്ചാളുകൾ. ആ കുറച്ചാളുകളെ ഉയരണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉൾപ്പെടണം എന്നതാണ്. അഥവാ ഈമാനും തൗഹീദുമായി മുന്നേറിയ ആ കുറച്ചാളുകൾ നമ്മൾ ഉൾപ്പെടണം. ഇനി എന്തിനാണ് സ്പീഡ് കൂട്ടുന്നത്, എന്തിനാണ് നന്മകൾക്ക് വേഗത കൂട്ടണമെന്ന് പറയുന്നത് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ മതമായി പറഞ്ഞത് അവർക്ക് നല്ല കാര്യത്തിൽ നല്ല സ്പീഡ് ഉണ്ടാകുന്നു, നല്ല വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ സ്പീഡ് ഉണ്ടാകും എന്നാണ്. എന്നാൽ നമ്മളെന്താണ് ദുനിയാവിന്റെ വിഷയത്തിലാണ് നമ്മുടെ സ്പീഡ്, അല്ലേ? ദുനിയാവിന്റെ വിഷയത്തിലാണ്. ഒരു ഓഫീസിലേക്ക് എത്ര മണിക്ക് എത്തണം, 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അരമണിക്കൂർ മുമ്പേ നമ്മൾ പള്ളിയിലേക്ക് ഭാഗമെടുക്കുന്നതിന് മുമ്പ് എത്തണം, ചുമ്മാറ്റെത്തണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അപ്പോഴത്തെ എത്തണമെന്നൊന്നുമില്ല എന്നാണ് നമ്മുടെ ധാരണ. ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്കത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പ്രയാസമാണ്. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ അത് നമുക്കില്ല. സത്യവിശ്വാസികൾ ആരായിരിക്കണമെന്ന് സക്കരിയ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പഠിപ്പിക്കുന്നു. ആരായിരുന്നു സക്കരിയ നബി? വസക്കരിയ ഇബ്നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹി സ്വലാമിനെ ഓർക്കുക. അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് വിളിച്ചപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. അതായത് അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എനിക്കൊരു പിന്തുടർച്ചക്കാരില്ലാതെ എനിക്ക് എന്നെ വിടരുത്, അതൊരു മക്കളില്ലാതെ എന്നെ ഉപേക്ഷിക്കരുത്, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മക്കൾ നൽകണം അല്ലാഹു. അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചു. വിശുദ്ധ ഖുർആനിൽ കാണാം, ഫസ്തജബ്നാ ലഹു വഹബ്നാ ലഹു യഹ്യ വഅസ്ലംനാ ലഹു സൗജഹു ഇന്നഹും കാനൂ സാരിഊന ഫിൽ ഖൈറാത്ത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അല്ലാഹു സ്വീകരിക്കണം. എന്നിട്ട് യഹ്യ എന്നുള്ള മകൻ അല്ലാഹു നൽകി. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയുടെ വിഷയത്തിൽ സ്പീഡിലായിരുന്നു. കണ്ടോ? അപ്പൊ നന്മയുടെ കാര്യത്തിൽ സ്പീഡിലാണെങ്കിൽ അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അതാണ് മനസ്സിലാക്കുന്നത്. നല്ല കാര്യങ്ങളിൽ നമ്മൾ വേഗത കൂട്ടിയാൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടാത്ത കാര്യത്തിനാണ് വേഗത. എന്നാൽ സ്വർഗത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരിൽ സാവകാശം ഇല്ല എന്നാണ്. ദുനിയാവിന്റെ എല്ലാ വിഷയത്തിലും ഒരു സാവകാശമുണ്ട്. എല്ലാം പതുക്കെ ചെയ്താൽ മതി, സ്പീഡ് വേണമെന്നില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇല്ലാ ഫീ അമലിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയങ്ങളൊക്കെ, പരലോകത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അത് എത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമ്മൾ പോകണം. എവിടെ നമ്മൾ സ്ലോ ആക്കേണ്ടത്? നമുക്ക് വഴി അറിയില്ല എങ്കിലും നമ്മൾ സ്ലോ ആക്കണം, അല്ലെ? വഴി അറിയാത്തൊരു സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ലോ ആക്കി ചോദിച്ചു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരലോകത്തിന്റെ വിഷയം, സ്വർഗത്തിന്റെ വിഷയം നമ്മുടെ മുഅ്മിനീങ്ങളായ നമുക്ക് വളരെ കൃത്യമായി അറിയും. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്തിയിട്ട് നിർത്തിയാൽ മതി.
അതുവരെ സ്പീഡിൽ പോകണം. അതുവരെ പുണ്യങ്ങളുമായി നമ്മൾ വേഗതയിൽ പോകണം. ഒരു കവി പറഞ്ഞില്ലേ, തസവ്വദ് മിനൽ തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലൻ ഹൽ തഈശു ഇലൽ ഫജ്ർ. എന്താ പറഞ്ഞത്? മനുഷ്യാനി തഖ്വയിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതെല്ലാം കരസ്ഥമാക്കണേ. തഖ്വയിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതെല്ലാം കരസ്ഥമാക്കണം. നന്മ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുന്ന മനുഷ്യ എന്താണ്? രാത്രി കിടക്കുന്ന നീ പകലിൽ ഉണരുമെന്ന് പറയാൻ സാധ്യമല്ല. രാത്രി ഉറങ്ങാൻ കിടന്ന നീ എന്ത് ചെയ്യാം? രാത്രി മരിക്കും സാധ്യതയുണ്ട്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, എത്ര ആരോഗ്യമുള്ളവരാണ്, ഒരു രോഗവും ഇല്ലാത്തവരാണ്, ഈ ദുനിയാവിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇവിടെ പറയുന്നു. എന്നാൽ ഒരുപാട് കാലം രോഗിയാണ്, അയാൾ കിടപ്പിലാണ്, എന്നാൽ അദ്ദേഹം ഒരുപാട് കാലം ഇവിടെ ജീവിക്കുകയാണ്. എന്നാൽ രോഗി ഒരുപാട് കാലം ജീവിക്കുന്നു, എന്നാൽ രോഗമില്ലാത്ത ആളെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരും മരിക്കുന്ന സമയം ഖേദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും പ്രയാസമാണ്, എല്ലാവരും വിഷമിക്കും. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് അവർ ഖേദിക്കുന്നത്? എന്തിനാണ് അവർ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് സത്യവിശ്വാസി ഖേദിക്കുന്നത്? എന്തിനാണ് അവിശ്വാസി ഖേദിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇൻകാന മുഹ്സിനൻ നദിമ അല്ലാ യകൂന ഇസ്ദാദ്. അവൻ നല്ല മനുഷ്യനാണെങ്കിൽ, അവൻ നല്ല അമലുകൾ ചെയ്യുന്നവനാണെങ്കിൽ, ദുനിയാവിൽ മുഹ്സിനായി ജീവിച്ചവനാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൻ ഖേദിക്കുന്നത് എനിക്കൊന്ന് വേഗത കൂട്ടിയിരുന്നെങ്കിൽ, എനിക്കൊന്ന് സ്പീഡ് കൂട്ടിയിരുന്നെങ്കിൽ, എനിക്ക് അമലുകൾ വർദ്ധിപ്പിക്കാമായിരുന്നല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നല്ല ആൾ ഖേദിക്കുന്നത്. സ്പീഡ് കൂട്ടിയിരുന്നെങ്കിൽ അമലുകൾ വർദ്ധിപ്പിക്കാമായിരുന്നു. എന്നാൽ ഇനി തോന്നിയവാസിയാണെങ്കിൽ, ചീത്ത മനുഷ്യനാണെങ്കിൽ, അവൻ സങ്കടപ്പെടുന്നത് ഈ മരണം ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് നന്നാകാമായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് നല്ലവരും ചീത്തവരും എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെന്ത് ചെയ്യണം? ഒന്നുകൂടെ ഉഷാറായിട്ട് ഒന്നുകൂടെ സ്പീഡ് കൂട്ടണം എന്നാണ് നന്മയുടെ വിഷയത്തിൽ. അത് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടെ ചെയ്യുക എന്നതാണ്. ഏത് പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും അത് അല്ലാഹുവിനെ മാത്രമാക്കുക. അതില്ലാത്ത എത്ര ചെയ്തിട്ടില്ല, അതൊരു ഫലവും ഉണ്ടാവുകയില്ല, അതിന് രേഖയിൽ ഉണ്ടാവുക. അപ്പൊ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇഖ്ലാസുള്ള പ്രവർത്തനം. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ചെയ്യുക. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് റസൂൽ പഠിപ്പിച്ചതാണോ, ഇത് സ്വഹാബത്തിന്റെ മാതൃകയുള്ളതാണോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, നമ്മൾ ചെയ്യുന്ന കാര്യം ചെറുതാണെങ്കിൽ സ്ഥിരമായി ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് മത്സരിക്കണമെങ്കിൽ ഒന്ന് ഒരുങ്ങണം. ആ ഒരു ഒരുക്കം ഈ രീതിയായ വിഷയങ്ങളിലും ഉണ്ടാകണം. ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ നബി വഅലാ ആലിഹി വസല്ലമ അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ വതഖവ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല രണ്ട് വിഭാഗത്തോട്
അറിവ് നടത്താൻ പറഞ്ഞ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തോട് ആ വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച മകനെ വലിയ അദ്ദേഹം അതിന് തയ്യാറായി, മകനും തയ്യാറായി. രണ്ടാമത്തെ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നത് ബനൂ ഇസ്രായേലാണ്. അവരോട് നമ്മൾ പശുവിനെയാണ് അയക്കാൻ പറഞ്ഞത്. എന്നാൽ അവരെന്ത് ചെയ്തു? അവരൊന്ന് റബ്ബിനോട് മൂസാ നബിയോട് തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്ന്, എത്ര വലുപ്പമാണ്, എങ്ങനെയാണ് വേണ്ടത്, ഇത് അറുക്കാതിരിക്കാനുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. എങ്ങനെയെങ്കിലും ഈ കൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം, അതിനുള്ളൊരു ശ്രമമാണ് ചെയ്തത് ബനൂ ഇസ്രായേലിനെ നടത്തുന്നത്. എന്നാൽ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉജൂദിനെ, അതായത് മൃഗങ്ങളെ ബലി അറുക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിൽ ആരുടെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്? ഒരിക്കലും ബനൂ ഇസ്രായേലിന്റെ സ്വഭാവമല്ല നമുക്ക് വേണ്ടത്. എന്നാൽ ചില ആളുകൾ അങ്ങനെ ഒരു സ്വഭാവമുള്ളതായി തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഈ സമയത്താണ് പല ആളുകളെയും ഇങ്ങനെ ഓഹരി ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് സമീപിക്കും. അപ്പൊ പല ആളുകളും അതിന് മറുപടി നൽകുമ്പോൾ ടൈറ്റാണ്, അല്ലെങ്കിൽ വീട് പണി പോയി, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസ മറ്റെന്തിന് ചെലവാക്കിയിട്ട് ബിസിനസ് ഇറക്കിയിട്ടുള്ളൂ. ഇങ്ങനൊക്കെ എന്ത് ചെയ്യും? ഈ ബനൂ ഇസ്രായേൽ ചെയ്തതുപോലെ ഇതിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമമാണ്. എന്നാൽ സഹോദരൻ, നമ്മൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മൾ തൗഹീദിനെ നമ്മൾ ചെയ്യണതാണ്. വലിയ മകനെ അറുക്കാൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. അതാണ് നമ്മുടെ മാതൃക. അതായിരിക്കും ഈ ബലിയുടെ വിഷയത്തിൽ നമ്മുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ താമസിച്ചു. എന്നാൽ ആ 10 വർഷം റസൂൽ ഒഴിവാക്കാത്ത ഒരു സുന്നത്ത് അത് ഉദുഹിയത്താണ്. അപ്പൊ ഇവിടെയും ഉണ്ടാകുന്ന വിചാരിക്കുന്നു. അതുകൊണ്ട് അതിനുള്ളൊരു ഓർമ്മിരിക്കുന്നവർക്ക് തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മുടെ ഷെയർ എടുക്കാം. ഉദയത്തിൽ മാത്രം നമ്മൾ ബാങ്കിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഇപ്പൊ ഒരു വർഷത്തിന് നമ്മുടെ വീട്ടില് സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ എത്ര ചെലവഴിച്ചു? അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം നമ്മൾ വസ്ത്രം വാങ്ങാൻ ചിലപ്പോൾ 10,000-15,000 ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈല് അതിപ്പോ നമ്മൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ വേഗം പോയി വാങ്ങും. നമ്മുടെ കയ്യിലെ ടൂവീലർ അത് നഷ്ടപ്പെട്ട് എഞ്ചിൻ കംപ്ലൈന്റ് ആണ്, 10,000 ചെലവാക്കണമെന്നാണ് നമ്മൾ റെഡിയാണ്. എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ ഉദയത്ത് അറിയണമെന്നല്ല, അവിടെ നമ്മൾ ബാങ്കിലേക്ക് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം, കഴിവുണ്ടായിട്ട് ഉദയത്ത് അറിയിക്കാത്തവൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് ഈദിന്റെ മുസല്ല? റസൂൽ പഠിപ്പിച്ചത് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? വസ്ത്രം ധരിച്ച് ഈദ്ഗാഹിലേക്ക് വരണം, ഈദിന്റെ മുസല്ലയിലേക്ക് വരണം. സ്ത്രീകൾ, ആർത്തവകാരികളായ സ്ത്രീകൾ പോലും ഈദിന്റെ മുസല്ലയിലേക്ക് വരണം എന്ന് പറഞ്ഞ റസൂലിനെ പറയുന്നത്. അത്രയും കണിശത വിഷയത്തിൽ പറഞ്ഞ റസൂൽ വന്നത് കഴിവുണ്ടായിട്ടും ഉദയത്ത് അറിയിക്കാത്തവൻ ഈ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അവിടുത്തെ പ്രാധാന്യമുണ്ട്. അപ്പോ നിങ്ങളൊക്കെ ആ വിഷയത്തിൽ വിരുദ്ധരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും എന്തെയോ ഷെയർ കൂടണം. അതുപോലെ തന്നെ ഇനി ഒരു ഗുരുവിനെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി സാധിക്കാത്തവർ ഷെയർ കൂടുക, അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കുന്ന അവരെ യഥാർത്ഥ മുത്തഖീകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നത്. അള്ളാഹു ഞങ്ങൾ ഒരുമിച്ച് പോയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയി അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള സൗഭാഗ്യമാണ് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അള്ളാഹു നാളെ പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഹിസാബ് വേഗത്തിലാക്കുന്ന സിറാത്ത് പാലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ സൗഭാഗ്യമാണ്
അടുക്കൽ നിന്ന് ഹൗദിൽ കൗസർ വാങ്ങി കുടിക്കുന്ന നീ ഇഷ്ടപ്പെടുന്ന നിന്റെ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്താനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മക്കളിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അയൽവാസികൾ രോഗം കൊണ്ട്, അതുപോലെ തന്നെ മാനസികമായി കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണമെന്ന മാരകമായ രോഗങ്ങൾ അനുഭവിച്ച് ക്യാൻസറിനെ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകൾ, വേദന സഹിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. എല്ലാവരുടെയും വേദനകൾക്ക് നീ ശമനം നൽകണേ അല്ലാഹുവേ. എല്ലാവരുടെയും വേദനകൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك أعداء الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا